ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് മാരുതി സുസുക്കി SX4 ആണ്. ഇതിനൊരു കോമൺലി ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, എല്ലാവർക്കും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ ബാക്ക് ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചാവി ഓഫ് ചെയ്തെടുത്താലും ഇതിങ്ങനെ കത്തിക്കിടന്നിട്ട് ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ലൈറ്റ് ഇതുണ്ടോ, ഈ ടെമ്പറേച്ചറിൻ്റെ ഈ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കിടക്കുന്നു. ചിലവർക്ക് ഇത് ഫുള്ള് കത്തിക്കിടക്കും. ചിലപ്പോൾ ഈ RPM ആയിരിക്കാം, ചിലപ്പം സ്പീഡോമീറ്റർ ആയിരിക്കാം, ചിലപ്പം ഫ്യൂവൽ ആയിരിക്കാം, ടെമ്പറേച്ചർ ആയിരിക്കാം, ഏതെങ്കിലും കത്തിയിരിക്കും. ഇത് നമുക്കൊന്ന് റിപ്പയർ ചെയ്യണം. ഇതിൻ്റെ ഫോൾട്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് ഇത് തിരിച്ചയച്ചു കൊടുക്കണം. പൊളിച്ച് നോക്കാം എന്താണ് ഫോൾട്ട് എന്നുള്ളത്. അതിന് ഈ സൈഡിൽ ലോക്കുകൾ ഫുള്ള് റിലീസ് ചെയ്യുക. ഒരു കൈ കൊണ്ട് വലിയ പാട് തന്നെയാണ്. ഈ നീഡിൽസ് എല്ലാം ഒന്ന് പുള്ളി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരും. 1 2 3 4 ഇത്രയും നമ്മൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലോക്ക് റിലീസ് ചെയ്യണം. ഈ സൈഡ് ഈ കവർ ഇളക്കുമ്പോൾ ഈ മീറ്റർ വെളിയിൽ വരും. ഞാനൊന്ന് റിലീസ് ചെയ്തിട്ട് കാണിച്ചു തരാം. മീറ്റർ ഇപ്പം ഞാൻ സക്സസ്ഫുള്ളി റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ കമ്പോണൻസൊക്കെ ഷോർട്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് പക്ക റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇഗ്നീഷൻ ലോഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫുൾ ഡയറക്റ്റ് മെയിനും ഇഗ്നീഷൻ ലോഡിങ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മില്ലി ആമ്പയർ നോക്കിയാൽ മനസ്സിലാവും, 0 ആണ്. നേരത്തെ ഇത് മില്ലി ആമ്പയർ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത് പക്ക വണ്ടിയിൽ ഫിറ്റ് ചെയ്താലും ബാറ്ററി ഡ്രെയിൻ ആക്കില്ല, 0 ആയിട്ടുണ്ട്. നമുക്ക് ഇഗ്നിഷൻ ഓൺ ആക്കിയെങ്കിൽ മാത്രമേ ഇവിടെ ഇനി ഓൺ ആവത്തുള്ളൂ. നേരത്തെ ഈ ഒരു സൈഡിലെ ലൈറ്റായിരുന്നു കത്തി കിടന്നത്, പാർക്ക് ലൈറ്റ്. ഇപ്പോൾ ഞാൻ ഇഗ്നിഷൻ ഓണാക്കി. ഓണാക്കുന്ന സമയത്ത് ഫുള്ള് ബാക്ക് ലൈറ്റും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ഇത് പ്രോപ്പറായിട്ട് ഇത് വർക്ക് ആവേണ്ടത്. ഓക്കെ, ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. മീറ്റർ ഇപ്പോൾ ഞാൻ നീഡിൽസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊക്കി വയ്ക്കും. കാര്യം എല്ലാം വർക്കിംഗ് ആണോ എന്ന് നമുക്കിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഡൗണായി താഴെ വരും. അപ്പോൾ ഞാൻ ഇഗ്നീഷൻ ഓണാക്കി. ഓണാക്കുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റായിട്ട് താഴെ വന്നിട്ടുണ്ട്. അതിനർത്ഥം അതിൻ്റെ മോട്ടറുകളെല്ലാം വർക്കിംഗ് ആണ്. സാധാരണ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്തൊക്കെ ഡാമേജൊക്കെ വരാറുണ്ട്. നമുക്കിങ്ങനെ കൺഫേം ചെയ്ത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് അണഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് അണയും. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ലൈറ്റ് നോക്കിയാൽ മനസ്സിലാവും കത്തുന്നത്. ഇപ്പോൾ അണഞ്ഞു. നേരത്തെ ഈ ഒരു സൈഡായിരുന്നു കത്തിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കവർ ഇട്ടും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഇത് പണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.